Question number 22. Yes, it's a question from electrostatics. A thin metallic wire having cross-sectional area 10 raised to minus 4 meter square is used to make a ring of radius 30 centimeter. ഓക്കെ, അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളോട് പറയുന്നത് ഇങ്ങനെ ഒരു റിങ് ഫോം ചെയ്തിട്ടുണ്ട്, റെഡി. എന്നിട്ടോ എ പോസിറ്റീവ് ചാർജ് ഓഫ് 2 pi coulomb ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ റിങ്. ഓക്കെ, റിങ്ങിൽ ത്രൂ ഔട്ട് യൂണിഫോംലി ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ചാർജ് 2 pi coulomb ആണ്. Then while another positive charge of 30 picocoulomb അതെവിടെ kept at the center of the ring. അപ്പോൾ റിങ്ങിൻ്റെ സെൻറ്ററിൽ ഒരു ചാർജ് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 30 into 10 raised to minus 12 coulomb. Then the tension in the ring is dash Newton provided that the ring does not get deformed. യെസ്, ക്ലിയർ. നോക്കൂ, ഇത് സിമ്പിളാണ്. ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ര സിമ്പിളായിട്ട് ചിലപ്പോൾ തോന്നണമെന്നില്ല. പക്ഷേ കാര്യങ്ങൾ ഒന്ന് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് ഫോളോ ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയാം. സീ ദിസ്, ഞാൻ പറയാം. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ചാർജുണ്ട്, ഇവിടെ ചാർജുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ചാർജുകൾ തമ്മിൽ എന്തുണ്ടാവും? അവിടെ ഒരു റിപ്പൾസീവ് ഫോഴ്സ് അവിടെ ഉണ്ട് അല്ലേ? ഒരു റിപ്പൾസീവ് ഫോഴ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ലെറ്റ് us കൺസിഡർ എ സ്മോൾ ആംഗിൾ ഓവർ ഹിയർ. സീ ദിസ്, ആക്ച്വലി ഇറ്റ് ഈസ് വെരി സ്മോൾ. ലെറ്റ് മീ മാർക്ക് ഇറ്റ് ആസ് d theta. Okay, now what happens, you see, there will be tension അല്ലേ? ഇങ്ങോട്ട് ടെൻഷൻ ഉണ്ടാവും, ഈ റിങ്ങിൽ ടെൻഷൻ ഉണ്ട്. കാരണം എന്താ? കാരണം നിങ്ങൾക്ക് മനസ്സിലായി, ഇവിടെ റിപ്പൾസീവ് ഫോഴ്സ് ആണുള്ളത്, എന്നാൽ ഷേപ്പിന് ഡിഫോർമേഷൻ ഇല്ല. അപ്പോൾ ടെൻഷൻ ഉണ്ട്, ഇവിടെ ഇങ്ങോട്ട് ടെൻഷൻ ഉണ്ട്. ഇവിടെ നോക്കൂ, ടെൻഷൻ, ഇങ്ങോട്ട് ടെൻഷൻ. യെസ്, ടെൻഷനാണ്, ടെൻഷൻ. ഓക്കെ, മോറോവർ ഇവിടെ നെറ്റ് ഫോഴ്സ് ഇവിടുന്ന് മുകളിലേക്ക് അങ്ങോട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എഫ് ഇലക്ട്രോസ്റ്റാറ്റിക് നിൽക്കട്ടെ. ഇനി നോക്കൂ, ഈ ടെൻഷനെ ഞാൻ കമ്പോണൻ്റ് ആക്കാൻ പോവാ. ടെൻഷന് ഞാൻ നോക്കുക, ടെൻഷനെ നമ്മൾ കമ്പോണൻ്റ് ആക്കി കഴിഞ്ഞാൽ, ഓക്കെ, ദിസ് ഈസ് ടെൻഷൻ. സീ ദിസ്, ഇവിടെ ഈ ആംഗിൾ നോക്കൂ, ഇത് എത്ര ഉണ്ടാവുക? ഈ ആംഗിൾ ദിസ് ഈസ് ഹാഫ് d theta. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? ഇതും d theta by 2. ദിസ് ഈസ് d theta divided by 2. അങ്ങനെയാണെങ്കിൽ ഇതും d theta by 2 അല്ലേ? സംശയമില്ല എന്ന് വിചാരിക്കുന്നു. എന്താ കാരണം പറയാം. നോക്കൂ, ഇതും തമ്മിലുള്ള ആംഗിൾ എത്ര? 90 ആണ്. അപ്പോൾ ഇനി ഇതിനെ d theta by 2 ഇങ്ങോട്ട് ചേഞ്ച് ചെയ്താൽ ഇയാൾ d theta by 2 അങ്ങോട്ട് പോകും. അപ്പോഴല്ലേ ഇത് 90 ആയിട്ട് റീറ്റെയിൻ ചെയ്യുള്ളൂ. മനസ്സിലായല്ലോ? ഓക്കെ, ഫൈൻ. അപ്പോൾ d theta by 2 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതാരാണ്? ഇത് t sin d theta by 2. ഓക്കെ, എന്തിനാണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നത്? നോക്കൂ, ഈ ടെൻഷനും ഡൗൺവേർഡ് ഡിറക്ഷനിലേക്കുള്ള ടെൻഷനും നെറ്റ് ടെൻഷനും അപ്വേർഡ് ഡിറക്ഷനിലുള്ള നെറ്റ് ഫോഴ്സ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. എന്നാലല്ലേ ഷേപ്പ് മാറാതിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇവിടെ നമ്മൾ ഇങ്ങോട്ട് ടെൻഷനുണ്ട്, ഈ പോയിന്റിൽ എടുക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് ടെൻഷനുണ്ട്, ഇങ്ങോട്ട് ടെൻഷനുണ്ട്. അപ്പം രണ്ടും കൂടെ നമ്മൾ കമ്പോണൻ്റ് എടുക്കുന്നു, രണ്ടും കമ്പോണൻ്റ് എടുത്തു. അപ്പോൾ ആ കമ്പോണൻ്റിൽ ഹൊറിസോണ്ടൽ കമ്പോണൻസ് ക്യാൻസൽ ചെയ്ത് പോയി, വെർട്ടിക്കൽ കമ്പോണൻസ് രണ്ടും ആഡപ്പ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എന്ത് എഴുതാം? സി, ഡൗൺവേർഡിലേക്കുള്ള ടെൻഷൻസ് ഏതൊക്കെയാണ്? t sin d theta ഡിവൈഡഡ് ബൈ 2. അത് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. ഏതാ 2 മനസ്സിലായല്ലോ? നിങ്ങളൊരു പോയിന്റ് എടുത്താൽ ആ പോയിന്റിൽ ഇങ്ങോട്ടുണ്ട്, ഇങ്ങോട്ടുണ്ട്. അതിന് സൈസ് കൂട്ടി വരച്ച് കാണിച്ചതാണ് ഇവിടെ. റെഡി? യെസ്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞു. ദിസ് മസ്റ്റ് ബി ഈക്വൽ ടു 1/4 pi epsilon 0. പിന്നെ ആരാണ്? Q1 Q2. അപ്പോൾ സെൻറ്ററിലുള്ള ചാർജ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 30 into 10 raised to minus 12. ദെൻ
ഇവിടെ ഉള്ള ചാർജ് ഇതാ ഇപ്പോൾ ഇവിടെ ഈ ഡി തീറ്റ ആംഗിളിലാണ് നമ്മൾ കൺസിഡർ ചെയ്ത്. അപ്പോൾ ഇതുമുള്ള ചാർജ് എത്ര ഉണ്ടാവുക? ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ. ലാംഡ എന്ന് പറഞ്ഞാൽ ശരിക്കും ആരാണ്? ലാംഡ എന്ന് പറഞ്ഞാൽ ടോട്ടൽ കൊടുത്ത ചാർജ് അതെത്ര? അത് 2π ഡിവൈഡഡ് ബൈ ടോട്ടൽ ലെങ്ത് എത്രയാണ്? 2πr. അതല്ലേ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ 2πr അത് ക്യാപിറ്റൽ ആർ. റെഡി. അപ്പോൾ അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ലാംഡ ഡി തീറ്റ എന്നാണല്ലോ വരിക. എന്താ കാരണം? ഡി തീറ്റ എന്ന് പറഞ്ഞാൽ ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ്. ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് ഡി തീറ്റ. അപ്പോൾ ഇവിടെ ഇത് ഡി എൽ ഇത് ആറ്. അപ്പോൾ ഡി തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. അപ്പോൾ നമുക്ക് ഇതിലുള്ള ചാർജ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാംഡ ഡി എൽ ചാർജാണ് അവിടെ ഉണ്ടാവുക. ദിസ് ഈസ് ലാംഡ ഡി എൽ ആണ്. അപ്പോൾ ലാംഡ ഡി എല്ലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഡി എല്ലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഡി തീറ്റ അല്ല ആർ ഡി തീറ്റ അല്ലേ, ആർ ഡി തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ അത് ആർ സ്ക്വയർ അല്ലേ. ഈ ഡിസ്റ്റൻസ് സ്ക്വയർ ആർ സ്ക്വയർ. ഈ ഇക്വേഷൻ മനസ്സിലായാൽ മതി, ബാക്കിയുള്ളതൊക്കെ ഓക്കെയാണ്. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഫോളോ ചെയ്താൽ ബാക്കിയുള്ളത് ഇനിയൊന്നുമില്ല. അപ്പോൾ ഇതുവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ടാസ്ക്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നോക്കൂ, ഡി തീറ്റ ഈസ് വെരി സ്മോൾ. അപ്പോൾ സൈൻ ഡി തീറ്റ ബൈ 2നെ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് എന്താക്കാം? ഡി തീറ്റ ഡിവൈഡഡ് ബൈ 2. സൈൻ when theta is very small, sin theta can be approximated as theta. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആരൊക്കെ ഉള്ളത് നോക്കൂ. ദാറ്റ് ഈസ് ഡി തീറ്റ ബൈ 2. അപ്പോൾ ഡി തീറ്റ അപ്പുറപ്പുറം ഡി തീറ്റകൾ ക്യാൻസൽ ചെയ്തു. ഇവിടെ 2 ക്യാൻസൽ ചെയ്തു. ഇനി ഇവിടെ ടി മാത്രമേ ഉള്ളൂ. 9 × 10⁻9 ഇൻറ്റു 30 × 10⁻⁻12. ലാംഡ എന്ന് പറഞ്ഞാൽ 1/r ആണെന്ന് നമ്മളിവിടെ കണ്ടു. ദിസ് ഈസ് ഈക്വൽ ടു 1/r കണ്ടാ. അപ്പോൾ ലാംഡ 1/r ആണ്. അപ്പോൾ ആ ആറും ക്യാൻസൽ ചെയ്തു. മനസ്സിലായോ? ലാംഡയും ആറും ക്യാൻസൽ ചെയ്തു. ഡി തീറ്റ കട്ട് ചെയ്തു പോയി. ഓക്കെ, ഇനി ബാക്കി ആരാ ഉള്ളത്? ബാക്കിയുള്ളത് അവിടെ ആരും ഇല്ലല്ലോ, ഇല്ല. നോബഡി ഈസ് ദർ. ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ആറിൻ്റെ വാല്യൂ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. അത് 30 സ്ക്വയർ ആണ്. അപ്പോൾ ഇൻറ്റു 10⁻⁻4 സെൻറ്റിമീറ്ററിൻ്റെ മീറ്റർ ആക്കണം. ഓക്കെ, 30 കട്ട്, അത് കട്ട് ചെയ്ത് പോയി. 9ൽ 3 3, ഇവിടെ അത് 10. ദർഫോർ ഫൈനൽ ആൻസറിലേക്ക് എത്തിയെന്ന് വിചാരിക്കുന്നു. 3 × 10⁻, മുകളിൽ 9ഉം 10⁻⁻12ഉം. അപ്പോൾ എത്രയും 10⁻³ ആയി. ഡിനോമിനേറ്ററിൽ ആരാളുള്ളത്? 10⁻³ യെസ്, ദ ആൻസർ ഈസ് 3 Newton. 3 Newton ഈസ് ദ ഫൈനൽ ആൻസർ. 3 Newton. യെസ്, ദർഫോർ നമ്മുടെ ആൻസർ എന്താ വരിക? 3 എന്നാണ് ആൻസർ വരിക. കാരണം ന്യൂട്ടൺ ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പോൾ 3 ഈസ് ദ ഫൈനൽ ആൻസർ.